ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു സെഷനിലൂടെ. സോ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എക്സ്പെരിമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചത് ഏത് എക്സ്പെരിമെന്റ് വഴിയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ്: കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, മില്ലിക്കൻ സോയിൽ ഡ്രോപ്പ് മെത്തേഡ് അല്ലെങ്കിൽ മില്ലിക്കൻ സോയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, റുദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. ഇത്രയും എക്സ്പെരിമെന്റ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോ എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാം. ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ അതുവഴി കാഥോഡ് റേസ് കണ്ടുപിടിച്ചു. കാഥോഡ് റേസിൽ നിന്നാണ്, കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് എന്നാണ് നമ്മൾ അതിനുശേഷം പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും മറ്റുമാണ് ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോ അവിടെ ചാർജ് അല്ല നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യാം. അതായത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബില് പെർഫറേറ്റഡ് ആനോഡ് ഉപയോഗിച്ചും പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചും രണ്ട് രീതിയിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത് എന്ന് നമുക്കറിയാം. ഇത് അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും സാന്നിധ്യമാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോ എ അല്ല. ഇനി ബി ഓപ്ഷൻ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് ആണ്. മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് വഴിയാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്, മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് ആണ്. എന്നാലും നമ്മൾ പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് സി ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. റുദർഫോർഡ്സിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി നമ്മൾ ഈ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആൽഫ റേ ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്തുകൊണ്ട് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അത്തരത്തിൽ അദ്ദേഹം പ്ലാനറ്ററി മോഡൽ സജസ്റ്റ് ചെയ്തു. ഈ ഒരു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, അപ്പോ ആ ഓപ്ഷൻ അതാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് വഴിയാണ് ഇലക്ട്രോൺസിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രോൺസിന്റെ ചാർജും ഇലക്ട്രോൺസിന്റെ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ചാർജ് ട്യൂബ് വഴിയാണ്. അങ്ങനെ ഇ ബൈ എം റേഷ്യോയും കണ്ടുപിടിച്ചു. സോ ഇ ബൈ എം റേഷ്യോയും വെച്ചിട്ടാണ് ഇലക്ട്രോൺസിന്റെ മാസ് കണ്ടുപിടിക്കുന്നത്, ഇ ബൈ എം റേഷ്യോ വെച്ചിട്ട്. അപ്പൊ ഇലക്ട്രോൺസിന്റെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇലക്ട്രോൺസിന്റെ മാസ് എങ്ങനെയാണ്? ഇ ബൈ എം റേഷ്യോ എടുത്തിട്ടാണ് ഇലക്ട്രോൺസിന്റെ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചത്, മില്ലിക്കൻ സോയിൽ ഡ്രോപ്പ് മെത്തേഡിന്റെ ഉപയോഗം എന്തായിരുന്നു, അതുവഴി ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് അല്ലെങ്കിൽ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ റീസൺ നമുക്കറിയാം, ഡയറക്ട്ലി മെഷേഴ്സ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1.6 × 10⁻⁻19 കൂളം ആണ് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇത്രയാണ്. അതിന്റെ സൈൻ വരുമ്പോൾ നെഗറ്റീവ് വരും. പ്രോട്ടോൺസിന്റെ ചാർജ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് പ്ലസ് 1.6 × 10⁻⁻19 കൂളം. മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ പറയുന്നത്, 1.6 × 10⁻⁻19 കൂളം. അതാണ് ഒരു ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ്. സൈൻ വരുമ്പോൾ ഇലക്ട്രോണിന്റെ ചാർജിന് നെഗറ്റീവ് സൈനും പ്രോട്ടോണിന്റെ ചാർജിന് പോസിറ്റീവ് സൈനും വരും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അസറ്റൈലീൻ മോളിക്യൂൾ ഹാസ് കാർബൺ ഇൻ. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് നോക്കിയാലേ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. ഓപ്ഷൻസിലേക്കും കൂടെ നമുക്കൊന്ന് പോവാം. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുള്ളത് sp hybridization, sp2 hybridization, sp3 dehybridization and sp3 hybridization. ഇത്രയുമാണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അസറ്റൈലീൻ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന ചോദ്യം. അപ്പൊ അസറ്റൈലിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ. അസറ്റൈലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അസറ്റൈലീൻ എന്ന് പറഞ്ഞാല്, അസറ്റൈലീൻസ് എന്ന് പറയുമ്പോഴേ എന്താണ്, ട്രിപ്പിൾ ബോൺസ് ഉള്ള ആൾക്കാരനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേര് അസറ്റൈലീൻസ്. ഓക്കെ, അപ്പോ ആൽക്കെയിൻസിനെ, അതായത് പൂർണ്ണമായും സിംഗിൾ ബോണ്ട് ഉള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ പാരഫീൻസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതിനെ ആൽക്കീൻസ് എന്നാ പറയുക. ആൽക്കീനുകളെ ഓയിൽ ലൈക്ക് ആയതുകൊണ്ട് നമ്മൾ ഒളിഫീൻസ് എന്ന് വിളിച്ചു.
അതുപോലെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ ജനറലി നമ്മൾ വിളിക്കുന്ന പേര് അസറ്റൈലീൻസ് എന്നാണ്. അപ്പൊ അസറ്റൈലീൻസ് ഉള്ളത് ട്രിപ്പിൾ ബോണ്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് അസറ്റൈലിൻ മോളിക്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈഥൈൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH, ഈ ഒരു മോളിക്യൂൾ ആണ് ഈഥൈൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈഥൈൻ മോളിക്യൂളിന്റെ ഒരു കോമൺ നെയിം ആണ് അസറ്റൈലിൻ എന്ന് പറയുന്നത്. ഓക്കെ, എഥിലീൻ എന്നും അസറ്റൈലിൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഈ മോളിക്യൂൾ ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. വളരെ വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇവിടെ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യനിൽ sp2 ആൻഡ് sp3 ഹൈബ്രിഡൈസേഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രോ കാർബണുകളുടെ ഹൈബ്രിഡൈസേഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ കാർബൺ ആറ്റത്തിന് ചുറ്റും ഏത് ബോണ്ട്? എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, കാർബൺ ആറ്റത്തിന്റെ ചുറ്റും എല്ലാ ബോണ്ടുകളും സിംഗിൾ ബോണ്ട് വഴിയാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് അത് എന്ന് ഉറപ്പിക്കുക. ഇനി അപ്പൊ sp3 ഹൈബ്രിഡൈസേഷന്റെ ഷേപ്പ് ചോദിക്കും. ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹിഡ്രൽ ഷേപ്പ് ആണ് കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷന്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ ഷേപ്പ് ആണ്, അത് മറക്കരുത്. ഇനി കാർബൺ ആറ്റത്തിന് ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. അതിന്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി കാർബൺ ആറ്റത്തിന് ചുറ്റും ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ ഇരുവശത്തും ഡബിൾ ബോണ്ടുകളാണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനിലും കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. sp ഹൈബ്രിഡൈസേഷൻ വരാൻ കാരണം sp ഹൈബ്രിഡൈസേഷൻ വരുന്ന മോളിക്യൂൾസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ലീനിയർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതൊരു 1 ഡയമെൻഷണൽ ലീനിയർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോ കാർബൺ ആറ്റത്തിന് ചുറ്റും 4 ബോണ്ടുകളും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ്. ഓക്കെ, അതിന്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ ആണ്. ഇനി കാർബൺ ആറ്റത്തിന് ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇനി കാർബൺ ആറ്റത്തിന് ചുറ്റും ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ ഇരുവശങ്ങളിലും ഡബിൾ ബോണ്ടോ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ കാർബൺ sp ഹൈബ്രിഡൈസേഷന് വിധേയമായിട്ടുള്ള ഒരു കാർബൺ ആണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ അസറ്റൈലിൻ മോളിക്യൂളിന്റെ ഷേപ്പ് ഇതാണ്. അസറ്റൈലിൻ മോളിക്യൂളിന്റെ ഷേപ്പ് പറയുമ്പോൾ ഈ കാർബൺ എടുത്താൽ അത് sp ഹൈബ്രിഡൈസേഷൻ ആണ്, കാരണം ആ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇനി ഈ കാർബൺ എടുത്താൽ അതും എന്താണ്? അത് sp ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്, കാരണം അതിലും എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? ആൻസർ ഈസ് sp ഹൈബ്രിഡൈസേഷൻ. sp ഹൈബ്രിഡൈസേഷൻ ആണ് അസറ്റൈലിൻ മോളിക്യൂൾ. C2H2 ഹാസ് എ ട്രിപ്പിൾ ബോണ്ട്, സോ കാർബൺ ഈസ് ഇൻ sp ഹൈബ്രിഡൈസ്ഡ് ലീനിയർ. sp ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഓർഗാനിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, എന്താൽപീസ് ഓഫ് ആൾ എലമെന്റ്സ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. ഇത് നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരം പറയാം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് പോവാം. ഇതിൽ വലിയ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊരു എലമെന്റ് ആയാലും ആ എലമെന്റിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ, അതിന്റെ എന്താൽപി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാ തന്നിട്ടുള്ളത്? ഓപ്ഷൻസ് യൂണിറ്റി, 0, ലെസ് ദാൻ 0, ഡിഫറെന്റ് ഫോർ ഈച്ച് എലമെന്റ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. വളരെ ഒബ്വിയസ് ആണ്, ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി തന്നെയാണ്, 0 ആണ് ഉത്തരം. ബൈ ഡെഫിനിഷൻ എന്താൽപീസ് ഓഫ് എലമെന്റ്സ് ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഈസ് 0 എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമായിട്ട് വന്നത്, ഐഡന്റിഫൈ ദ ലൂയിസ് ആസിഡ് എമംഗ് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ലൂയിസ് ആസിഡ് എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പൊ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും, ഈ ആസിഡും ബേസുകളും പല കൺസെപ്റ്റ് വെച്ചാൽ നമ്മൾ പറയാം. ഓക്കെ, ആസിഡിനും ബേസിനും പല കൺസെപ്റ്റുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മുടെ ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരീനിയസ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണേഴ്സ് എന്നും ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണെന്നും അങ്ങനെ നമ്മൾ പറയാം. അല്ലെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത് H+ അയോൺസിനെ തരുന്നവരും ബേസ് എന്ന് പറയുന്ന ഒരു OH- അയോൺസിനെ തരുന്നവരും അങ്ങനെ പറയാം. ഇനി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് എന്നും ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് എന്നും പറയാം. അതൊരു ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ലൂയിസ് ആസിഡ് ആണ്, അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് നോക്കാം. ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഒരു ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ആൻഡ് ഒരു ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയറിനെ
ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഓക്കെ, സോ ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആൻഡ് ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ അതിലില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിൽ കൂടുതലുള്ള ഒരു വസ്തു മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ബേസുകൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ OH മൈനസ് ആണ്. മൈനസ് ചാർജ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അതിന് എന്തുണ്ട്, ഇലക്ട്രോൺ കൂടുതലാണ്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നെഗറ്റീവ്. അപ്പൊ ഇലക്ട്രോൺ കൂടുതലുള്ള ആൾക്കാർ എന്താണ്, ലൂയിസ് ബേസുകളാണ്. അപ്പൊ നമുക്ക് OH മൈനസ് എന്താണ്, ഒരു ലൂയിസ് ബേസ് ആണ്. ഇനി H2O നോക്കാം. H2ന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, H2ന്റെ സ്ട്രക്ചർ, വാട്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. വാട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വാട്ടർ ഒരു ബെൻ ഷേപ്പ് ആണുള്ളത്. അപ്പൊ വാട്ടറിൽ ഓക്സിജന്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ വാട്ടറിൽ രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇരിക്കുന്ന 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, ലൂയിസ് ബേസിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, കാരണം ഈ പെയർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം വാട്ടറും എന്താണ്, ഒരു ലൂയിസ് ബേസ് ആണ്. ഇനി നമുക്ക് അമോണിയ NH3യുടെ കാര്യം ഒന്ന് നോക്കാം. NH3യുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും 3 ഹൈഡ്രജൻ ട്രയഗണൽ പിരമിഡൽ ഷേപ്പിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന് മുകളിലും ഒരു തൊപ്പിയുണ്ട്. തൊപ്പി മീൻസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ നൈട്രജനും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് കേപ്പബിൾ ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നൈട്രജനും കേപ്പബിൾ ആണ്. അപ്പൊ നൈട്രജനും വരുന്ന എന്താണ്, സോറി നൈട്രജൻ അല്ല, അമോണിയം, അമോണിയയിലുള്ള നൈട്രജൻ. ഓക്കെ, അപ്പൊ അമോണിയം വരുന്ന എന്താണ്, NH3യും വരുന്നത് ലൂയിസ് ബേസിന്റെ ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്തു മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി BF3 ഈസ് ദ ആൻസർ. BF3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ 3 കാര്യങ്ങളല്ല എന്ന് തെളിയിച്ചാൽ നമുക്ക് നാലാമത്തെ നമ്മുടെ ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ BF3 ആണ് ഒരു ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലൂയിസ് ആസിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അയാൾ ആരാണ്, BF3 ആണ്. സോ ലൂയിസ് ആസിഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. സോ BF3 ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബഫർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ആസിഡ് ബേസ് കോൺസെപ്റ്റ് പഠിച്ച് നമ്മൾ പാഠത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പഠിച്ച ആ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. ബഫറിന്റെ ക്വസ്റ്റ്യൻ വളരെ അധികം, അതായത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ ബഫർ എന്ന് പറയുന്ന ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാനായിട്ട് തോന്നത്തില്ല. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കെമിസ്ട്രിയിൽ ഈ ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബഫർ എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പൊ ബഫർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ചേഞ്ച് ഇൻ പിഎച്ചിലുള്ള വളരെ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചുകളെ റെസിസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സൊല്യൂഷനുകളെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഈ ബഫർ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. സോ ബഫർ സൊല്യൂഷൻ എത്ര ടൈപ്പാണ് ഉള്ളത്, 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പിന് നമ്മൾ പറയുന്നത് അസിഡിക് ബഫർ എന്നും സെക്കൻഡ് ടൈപ്പിന് നമ്മൾ പറയുന്നത് ബേസിക് ബഫർ എന്നുമാണ്. ഓക്കെ, അപ്പൊ അസിഡിക് ബഫർ അപ്പൊ എന്താണ് ബഫർ എന്ന് മനസ്സിലായി. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബഫർ സൊല്യൂഷൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓഫ് നാരങ്ങാനീര് ഒഴിക്കുകയാണ്. അപ്പോ നാരങ്ങാനീര് എന്ന് പറയുമ്പോൾ അസിഡിക് ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കണം, അതിന്റെ pH മാറും, കുറച്ച് സ്ലൈറ്റ്ലി pH ഒന്ന് കുറയും എന്ന് നമുക്ക് തോന്നും. പക്ഷേ pH അങ്ങനെ കുറയില്ല. ആ pHന്റെ കുറവിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ബഫർ സൊല്യൂഷൻ കേപ്പബിൾ ആണ്. വളരെ ചെറിയ റേഞ്ച് ഓഫ് pH ചേഞ്ച് ആണ് കേട്ടോ. വളരെ ചെറിയ pHനെയാണ് അതിന് എന്ത് ചെയ്യാൻ കഴിവുള്ളത്, റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളത്. അതാണ് ബഫർ. ഓക്കെ, അപ്പൊ ഇവിടെ ബഫർ എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ആസിഡിന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു വീക്ക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ആസിഡ് പറയാം, അസറ്റിക് ആസിഡ് പറയാം. CH3COOH ഒരു വീക്ക് ആസിഡ് ആണ്. ഈ വീക്ക് ആസിഡിന്റെ കൂടെ ഈ ആസിഡിന്റെ ഒരു സോൾട്ടും കൂടെ വേണം.
പക്ഷെ ആ സോൾട്ട് എന്തായിരിക്കണം? ഒരു സ്ട്രോങ് ബേസിന്റെ സോൾട്ട് ആയിരിക്കണം. അതായത് ഈ തന്നിരിക്കുന്ന വീക്ക് ആസിഡ്, അതായത് അസറ്റിക് ആസിഡും CH3COOHും ഈ അസറ്റിക് ആസിഡും ഒരു സ്ട്രോങ് ബേസുമായിട്ട് ഉണ്ടായിരിക്കുന്ന സോൾട്ടും. അപ്പൊ സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ കാൽഷ്യം ഹൈഡ്രോക്സൈഡോ ഒക്കെയാണ് പറയുന്നത്. അപ്പോ അസറ്റിക് ആസിഡ് CH3COOHും സോഡിയം ഹൈഡ്രോക്സൈഡും സ്ട്രോങ് ബേസും തമ്മിൽ ചേർന്നുണ്ടാവുന്ന ഒരു സോൾട്ട് എന്താണ്? അതെ, സോഡിയം അസറ്റേറ്റ് ആണ് CH3COONA. സോ ഇതാണ് ഒരു അസിഡിക് ബഫർ. അതായത് ദാ നമുക്കിവിടെ ഒരു വീക്ക് ആസിഡ് ഉണ്ട്. ആ വീക്ക് ആസിഡിന്റെ സോൾട്ട് ഉണ്ട്. പക്ഷെ ഈ സോൾട്ട് ഉണ്ടായത് ആര് വെച്ചിട്ടാണ്? ഒരു സ്ട്രോങ് ബേസ് വെച്ചിട്ടാണ് ഈ സോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ട്രോങ് ബേസ്. ഓക്കെ, ഈ വീക്ക് ആസിഡും അതിന്റെ തന്നെ സ്ട്രോങ് ബേസുമായിട്ടുള്ള സോൾട്ട്. അപ്പൊ ബേസിക് ബഫർ എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഒരു വീക്ക് ബേസ്. വീക്ക് ബേസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. NH4OH എന്ന് പറയുന്ന വീക്ക് ബേസും അതിന്റെ സ്ട്രോങ് ആസിഡുമായിട്ടുള്ള സോൾട്ടും. അപ്പൊ ഈ ഒരു വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ, ഫോർ എക്സാമ്പിൾ HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ NH4OHും HClഉം കൂടെ ചേർന്നാൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? NH4Cl എന്ന് പറയുന്ന സോൾട്ട് ആണ്. NH4Cl എന്ന് പറയുന്ന സോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വീക്ക് ബേസ് ആയി അതിന്റെ സോൾട്ട് ആയി. ഈ സോൾട്ട് എന്താണ്? ഒരു സ്ട്രോങ് ആസിഡുമായിട്ടുണ്ടായ സോൾട്ട് ആണ്. അപ്പൊ ഇതും ഒരു ബേസിക് ബഫർ, ഇതും ഒരു ബഫർ സൊല്യൂഷൻ ആണ്. സോ ഇതാണ് ബഫർ സൊല്യൂഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഒരു അസിഡിക് ബഫർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന്, ഒരു ബേസിക് ബഫർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ആസിഡും അതിന്റെ സ്ട്രോങ് ബേസുമായിട്ടുള്ള ഒരു സോൾട്ടും തമ്മിൽ മിക്സ് ചെയ്താൽ അസിഡിക് ബഫർ ആയി. ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ബേസും അതിന്റെ സ്ട്രോങ് ആസിഡുമായിട്ടുള്ള ഒരു സോൾട്ടും മിക്സ് ചെയ്യുമ്പോൾ എന്തായി? ബേസിക് ബഫർ. ഓക്കെ, അപ്പം ഇതിനു മുമ്പ് നമ്മൾ വീക്ക് ആസിഡ് ഏതൊക്കെയാണ്, വീക്ക് ബേസ് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻസ് HClഉം NaClഉം അല്ല, പൊട്ട തെറ്റാണ്. രണ്ടും എന്താണ്? ഒരു ആസിഡും ഒരു സോൾട്ടും ആണ്. അത് വീക്ക് ഒന്നുമല്ല, സോ അതല്ല. രണ്ടാമത്തെ NaOHും NaClഉം അല്ല. നമുക്ക് വീക്ക് ആസിഡോ വീക്ക് ബേസോ ആണ് ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പൊ അതുമല്ല. അടുത്തത് HClഉം KClഉം അതുമല്ല. കാരണം ഇതിൽ വീക്ക് ആസിഡ് ഇല്ല, സ്ട്രോങ് ആസിഡും അതിന്റെ സോൾട്ടും ആണുള്ളത്. സോ അതല്ല. അടുത്തത് NH4OHും NH4Clഉം. ഇവിടെ NH4OH എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ബേസ് ആണ്. ഈ വീക്ക് ബേസിന്റെ സ്ട്രോങ് ആസിഡുമായിട്ടുള്ള, അതായത് HClഉമായിട്ടുള്ള സോൾട്ട് ആണ് NH4Cl അഥവാ അമോണിയം ക്ലോറൈഡ്. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡും HClഉം തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാവുന്ന സോൾട്ട് ആണ് NH4Cl. സോ ദിസ് ക്യാൻ ബി എ ബഫർ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, NH4OH ആൻഡ് NH4Cl. അതായത് വീക്ക് ബേസും അതിന്റെ സോൾട്ടും ആണ് ബഫർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ബഫർ എന്താണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ എസ്റ്റിമേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഓർഗാനിക് എസ്റ്റിമേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ ദ ലസൈൻ ടെസ്റ്റ് ഫോർ നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ദ പെർഷ്യൻ ബ്ലൂ കളർ ഈസ് ഒബ്റ്റെയിൻ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ ലസൈൻ ടെസ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ ടെസ്റ്റ് ആണ്. നൈട്രജന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു തരാം. ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആദ്യം നൈട്രജനെ എന്താക്കി മാറ്റുന്നു? സയനൈഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, CN- ആക്കി മാറ്റുന്നു. ലെസൈൻ ടെസ്റ്റിൽ ചെയ്യുന്നതാ ഫസ്റ്റ്. അപ്പൊ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ട് ഇപ്പൊ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് വി ഹാവ് ടു ഡു ലെസൈൻ ടെസ്റ്റ്. നമ്മൾ ലെസൈൻ ടെസ്റ്റാ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എന്താ ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള നൈട്രജനെ, അതിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന നൈട്രജനെ ആദ്യം എന്താക്കുന്നു? സയനൈറ്റ് ആക്കി മാറ്റുന്നു, CN- ആക്കി മാറ്റുന്നു. ഓക്കെ, ഈ സയനോ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഈ സയനോ ഗ്രൂപ്പ് CN- എന്ന് പറയുന്ന ഗ്രൂപ്പ് Fe2+ അയോണുകളുമായിട്ട് എന്ത് ചെയ്യാണ്? റിയാക്ട് ചെയ്യാണ്. അങ്ങനെ ഉണ്ടാവുന്നത് FeCN6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ സൈനോ ഗ്രൂപ്പ് Fe3+ അയോണുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് FeCN6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നു. ഈ ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? ഈ ഉണ്ടായ കോംപ്ലക്സ് ഞാൻ അതിനെ C എന്ന് വിളിക്കാം തൽക്കാലം, എനിക്ക് എഴുതാൻ മടിയായോണ്ട. അപ്പൊ ഈ C എന്ന് പറയുന്ന കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? അടുത്ത Fe3+ അയോണുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നത്? Fe4 FeCN6 ടൈംസ് ത്രൈസ്. ഓക്കെ, ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാവുന്നത്.
ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്ന പേര്. ഓക്കെ, ഇത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതാണ്? Fe4, FeCN6 thrice എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദ കോമ്പൗണ്ട് ഗീവ്സ് ദ പ്രഷ്യൻ ബ്ലൂ കളർ ഇൻ ലസൈൻ ടെസ്റ്റ്. ഓക്കെ, ലസൈൻ ടെസ്റ്റിൽ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ തരുന്ന കോമ്പൗണ്ട് ആണിത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ ഇതെല്ലാം ഓർഗാനിക് കെമിസ്ട്രി എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലസൈൻ ടെസ്റ്റ് ആയി, നൈട്രജന്റെ, അതുപോലെ ധാരാളം ടെസ്റ്റുകൾ ഉണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്യൂരിഫിക്കേഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ ഗ്ലിസറോളിനെ സ്പെൻഡിലൈനിൽ നിന്നും സോപ്പ് ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലിസറോളിനെ സ്പെൻഡിലൈനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ വി ക്യാൻ കൺവേർട്ട് അല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്യൂരിഫൈ ഗ്ലിസറോൾ ഫ്രം സ്പെൻഡ് ലൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഒന്ന് നോക്കാം. സബ്ലിമേഷൻ. ഇവിടെ ഗ്ലിസറോളും സ്പെൻഡിലൈനും സബ്ലൈം ചെയ്യുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് സബ്ലിമേഷൻ ചെയ്യേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ എ ഈസ് റോങ് ആൻസർ. അടുത്ത ക്രിസ്റ്റലൈസേഷൻ ആണ്. രണ്ടും ലിക്വിഡ് ആണ്, അപ്പൊ ഇതിനെ ക്രിസ്റ്റലൈസ് ചെയ്യാനും പറ്റത്തില്ല. സോ അതല്ല. ക്രൊമാറ്റോഗ്രഫി. ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ഡിറ്റക്ഷന് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ മാസ് പ്രൊഡക്ഷൻ ഒന്നും ഈ ക്രൊമാറ്റോഗ്രാഫി പറ്റത്തില്ല. അതായത് ഒരു ഡോട്ട്, ഒരു ഡ്രോപ്പ് ഇങ്ക് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ബ്ലഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ടെക്നിക്, നോട്ട് എ പ്യൂരിഫിക്കേഷൻ ടെക്നിക്. അപ്പൊ ക്രൊമാറ്റോഗ്രാഫി അല്ല. സോ ഓൺലി ഓപ്ഷൻ ഈസ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ഓപ്ഷൻ സി. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നതെന്ന്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ഇതിനെ വാക്വം ഡിസ്റ്റിലേഷൻ എന്നും പറയും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിനെ വാക്വം ഡിസ്റ്റിലേഷൻ എന്ന് പറയും, കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഗ്ലിസറോളിന്റെ പ്രത്യേകത വെരി ഹൈ ബോയിലിംഗ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അതായത് ഏകദേശം 290ഓളം ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് മതി. എന്നാൽ ഗ്ലിസറോൾ ബോയിൽ ചെയ്യുന്നത് 290 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ഇറ്റ് ഹാസ് എ വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ഇത്രയും വലിയ ഒരു ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുക? വി നോ ദാറ്റ് പ്രഷർ വെൻ ദ പ്രഷർ ഡിക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഡിക്രീസസ്. പ്രഷർ കുറയുമ്പോൾ എന്ത് കുറയും? ബോയിലിംഗ് പോയിന്റും കുറയും. അതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, കാരണം അവിടെ പ്രഷർ കുറവാ. ഉയർന്ന പ്രദേശങ്ങളിൽ പ്രഷർ കുറയുമ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും, 80 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചിലപ്പോൾ തിളയ്ക്കും. അപ്പൊ വെജിറ്റബിൾസ് കുക്കായി വരാൻ ആ ഒരു ടെമ്പറേച്ചർ പോരാ. ഓക്കെ, ഇനി പ്രഷർ കുക്കറിനകത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം പ്രഷർ കുക്കറിനകത്ത് ഹൈ പ്രഷർ ആണ്. സോ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടിയാൽ 100-ൽ തിളക്കേണ്ട വെള്ളം 120-ലൊക്കെ തിളയ്ക്കും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും? ഫുഡിന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് പ്രഷറും ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്ലിസറോളിന്റെ ഈ ഇത്രയും വലിയ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രഷർ കുറച്ചാൽ മതി. പ്രഷർ കുറച്ച്, അതായത് ഏകദേശം ഒരു വാക്വം ഒന്നും പ്രാക്ടിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എത്രത്തോളം പ്രഷർ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പ്രഷർ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ഗ്ലിസറോളിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ ഗ്ലിസറോളിന്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്റ്റിലേഷൻ നടത്താൻ പറ്റും. സോ ഇങ്ങനെയാണ് അത്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഗ്ലിസറോളിന് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഒരു ചോദ്യം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസിനെ എത്ര സോൾവെന്റ് ഉണ്ട്, എത്ര കിലോഗ്രാം സോൾവെന്റ് ഉണ്ട്, അതായത് നമ്മുടെ ഈ ഇക്വേഷൻ. ഓക്കെ, എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഈ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷൻ ആണ്? മൊളാലിറ്റിയുടെ ഇക്വേഷൻ. ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൊളാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, അങ്ങനെ ധാരാളം
കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേമുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റി ആണ്. സോ ഓപ്ഷൻ ബി, മൊളാലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9ാമത്തെ ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഇത് ഏതാണ് ഒരു ഐഡിയൽ സൊല്യൂഷന് ഉദാഹരണമായിട്ട് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഐഡിയൽ സൊല്യൂഷൻ ഏതാണ്? സോ നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. അതിന് മുൻപ് ഓപ്ഷൻ ഒന്ന് നോക്കാമല്ല, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ പഠിക്കുമ്പോഴത്തേക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന അതേ കാര്യം ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുക. നമുക്കൊന്നും ആലോചിക്കാൻ പോലും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എഥനോളും അസറ്റോണും തന്നിട്ടുണ്ട്, ഫീനോളും അനലീനും തന്നിട്ടുണ്ട്, അസറ്റോണും ക്ലോറോഫോമും തന്നിട്ടുണ്ട്, ബെൻസീനും ടൊലുവീനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി, ബെൻസീനും ടൊലുവീനുമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ബെൻസീന്റെയും ടൊലുവിന്റെയും പ്രത്യേകത, ഇവർ രണ്ടാൾക്കാരും ഒന്നാമത്തെ കാര്യം നോൺ പോളാർ ആണ്. രണ്ടുപേരും ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും എന്താണ്? നോൺ പോളാർ ആണ്. ഒന്നാമത്തെ കാര്യം. ഈ നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ ഇവരിൽ കാണപ്പെടുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് ആണ് ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ്. ഓക്കെ, ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ്, അത് രണ്ടാമത്തെ കാര്യം. ഈ ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ബെൻസീനിനെ ഞാൻ എന്തെന്ന് വിളിക്കാം? ബെൻസീനെ എ എന്നും അതുപോലെ ടൊളുവീനിനെ ഞാൻ എന്തെന്ന് വിളിക്കാം? ബി എന്നും വിളിക്കാം. ഓക്കെ, രണ്ട് ബെൻസീൻ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ നമുക്ക് എ ഇന്ററാക്ഷൻ എന്ന് വിളിക്കാം. അതായത് രണ്ട് ബെൻസീൻ തന്മാത്രകൾ തമ്മിൽ അടുത്തടുത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ ചെറിയൊരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഇന്ററാക്ഷനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എ ഇന്ററാക്ഷൻ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി രണ്ട് ടൊളുവീൻ മോളിക്യൂൾ തമ്മിലുള്ള ഇന്ററാക്ഷനെ ഞാൻ ബി ഇന്ററാക്ഷൻ എന്ന് വിളിക്കാം. സോ ബി ടു ബി ഇന്ററാക്ഷൻ, അതായത് രണ്ട് ടൊലുവീൻ തമ്മിലുള്ള ഇന്ററാക്ഷൻ. സോ എ ഇന്ററാക്ഷൻ ആയി, ബി ഇന്ററാക്ഷൻ ആയി. ഇനി ഇപ്പൊ ഇവർ രണ്ടുപേരും രണ്ട് പാത്രത്തിൽ ഇരിക്കുക. ഓക്കെ, ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബീക്കേഴ്സിൽ ഇരിക്കുകയാണ്, ഈ ബെൻസീനും ടൊലുവീനും. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റ പാത്രത്തിൽ ആക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് മിക്സ് ആവും. അതായത് ഇപ്പൊ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എ ബി ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും സെയിം ആണ്, ബി ഇന്ററാക്ഷനും സെയിം ആണ്, അവരും എ ബി ഇന്ററാക്ഷനും സെയിം ആണ്. അപ്പോ രണ്ട് ബെൻസീൻ തമ്മിലുള്ള ഇന്ററാക്ഷനും രണ്ട് ടൊലുവീൻ തമ്മിലുള്ള ഇന്ററാക്ഷനും ഒരു ബെൻസീനും ഒരു ടൊലുവീനും തമ്മിലുള്ള ഇന്ററാക്ഷനും ഏകദേശം സെയിം ആണ്, നോൺ പോളാർ ആണ്, ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവർ മിക്സ് ചെയ്യുമ്പോഴുള്ള എൻതാൽപി ചേഞ്ച് നമുക്ക് അതിനെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് വിളിക്കാം. അതായത് എൻതാൽപി ചേഞ്ച് വൈൽ മിക്സിംഗ്. ഈ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് സീറോയാണ്. ഇനി ഇവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് നമുക്ക് അതിനെ ഡെൽറ്റ വി മിക്സ് എന്ന് വിളിക്കാം. ആ ഡെൽറ്റ വി മിക്സും എന്താണ്? സീറോയാണ്. അപ്പൊ ഇത് രണ്ടും സീറോ ആയതുകൊണ്ട് തന്നെ റോൾസ് ലോ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒബേ ചെയ്യുന്ന ഒരു ലോ ആണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോ ഇവര് ഇത്രയും പ്രോപ്പർട്ടീസ് വരുന്നത് കൊണ്ട് തന്നെ ഈ സൊല്യൂഷനുകൾ എന്ത് ചെയ്യും? റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഇവർ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. സോ ദ ആൻസർ ഈസ് ബെൻസീൻ പ്ലസ് ടൊലുവീൻ. റീസൺ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. The conversion of molecules A to B follows second order kinetics. If the concentration of A is increased 2 times, how will it affect the rate of formation of B? എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റേറ്റ് വിൽ ഇൻക്രീസ് 2 times, റേറ്റ് വിൽ ഇൻക്രീസ് 4 times, റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതല്ല, റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ല, കാരണം സീറോ ഓർഡർ റിയാക്ഷനുകളാണ്. റിയാക്ഷനുകൾ പല ഓർഡർ ഉണ്ട്. അതിൽ ഈ സീറോ ഓർഡർ റിയാക്ഷനുകളുടെ പ്രത്യേകത, ഇവർ ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഒന്നും ഇവർക്ക് വലിയ മൈൻഡ് ഒന്നുമില്ല. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തോ ആയിക്കോട്ടെ, അത് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റേറ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ അല്ല. രണ്ടാമത്തെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ റിയാക്ടന്റിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ റിയാക്ടന്റിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ എന്ന് കൊടുത്താലേ അതിന്റെ മീനിങ് കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ, ഓക്കെ, കോൺസെൻട്രേഷന്റെ സ്ക്വയറിനാണ് റേറ്റ് പ്രൊപ്പോർഷണൽ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പോ ഇനി ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നും കൂടെ പോവാം. If the concentration of A is increased 2 times, then how will it affect the rate of formation of B? എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഇരട്ടിയാക്കി എങ്കിൽ ബിയുടെ റേറ്റ് ഓഫ് ഫോർമേഷനിൽ എന്ത് മാറ്റം വരും എന്നാണ് ചോദ്യം. ഇവിടെ എ എന്താക്കി 2A ആയി. അപ്പോ ഈ റിയാക്ഷന്റെ റേറ്റ് എന്താവും? 2A² ആവും. അതായത് 2യുടെ സ്ക്വയർ 4 × A² എന്നാവും. അതായത് റേറ്റ് എത്ര മടങ്ങ് കൂടും? ആദ്യത്തെ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് A² ആയിരുന്നു. രണ്ടാമത്തെ റേറ്റ് R2 എന്ന് പറയുന്നത് എന്തായി? 4 × കോൺസെൻട്രേഷൻ ഓഫ് A² എന്നായി. അതായത് റേറ്റ് എത്ര മടങ്ങാ കൂടുന്നത്? 4 ടൈംസ് ആണ് റേറ്റ് കൂടുന്നത്, അല്ലേ? സോ ദ റേറ്റ് വിൽ ഇൻക്രീസ് 4 ടൈംസ്. ഓപ്ഷൻ ബി വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. റേറ്റ് 4 മടങ്ങ് കൂടും എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ടു ഓപ്ഷൻ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 10. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 11ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ അരീനിയസ് ഇക്വേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എന്തിന് അരീനിയസ് ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാ. ഓക്കെ, ആക്ടിവേഷൻ എനർജി ഒക്കെ ബേസ് ചെയ്തിട്ട് ഇതേ മൊഡ്യൂളിൽ തന്നെയാണ് അരീനിയസ് ഇക്വേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആക്ടിവേഷൻ എനർജി ഓഫ് ആക്ടിവേഷനെയും ടെമ്പറേച്ചറിനെയും റേറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ റേറ്റിനെയൊക്കെ വച്ചിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ആണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അരീനിയസ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് K equal to A e raised to minus EA by RT ആണ് സ്റ്റാൻഡേർഡ് അരീനിയസ് ഇക്വേഷന്റെ ഫോം. ഓക്കെ, A e raised to minus EA by RT. അവിടെ A എന്ന് പറയുന്ന അരീനിയസ് കോൺസ്റ്റന്റ് ആണ്. E എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ, അതൊരു ഫംഗ്ഷൻ ആണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. EA എന്ന് പറയുന്നത് എനർജി ഓഫ് ആക്ടിവേഷൻ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ നേരത്തെ ക്വസ്റ്റ്യനിലെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് അരീനിയസ് ഇക്വേഷൻ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് സിലബസിൽ. അപ്പൊ അത് എന്താണ് അരീനിയസ് ഇക്വേഷൻസ്? ഈ അരീനിയസ് ഇക്വേഷൻ സിലബസിലുണ്ട്, അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചത്. എല്ലാം അങ്ങനെയല്ല. ഇനി അടുത്തത് ഫീനോളിന്റെ പ്രത്യേകത. ഫീനോൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഫീനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബെൻസീന്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു OH ഗ്രൂപ്പ്, ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീനോൾ. ഓക്കെ, അപ്പൊ ഈ ഫീനോളിന്റെ കാർബൺ ടു ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 136 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 136 പൈക്കോമീറ്റർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് ഈ കാർബൺ ടു ഓക്സിജൻ ബോണ്ട് ഇത്രയായിട്ട് പറഞ്ഞാല് അത് ഒരു കാരണമുണ്ട്. കാരണം ഈ ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇറ്റ് ഈസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, ഫീനോൾ എന്താണ്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. റെസണൻസ് വഴി സ്റ്റേബിൾ ആവുന്ന ആളാണ് ഫീനോൾ. അപ്പൊ ഈ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫീനോളിന്റെ CO ബോണ്ട് ലെങ്ത്, കാർബൺ ടു ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്, C2O ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ സിംഗിൾ ബോണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഒരു പൂർണ്ണമായ ഡബിൾ ബോണ്ട് ആണോ? അതുമല്ല. അതായത് സിംഗിൾ ബോണ്ടിന്റെ ഡബിൾ ബോണ്ടിന്റെ ഇടയ്ക്ക്, അതുകൊണ്ട് സാധാരണ ഇങ്ങനെയാ വരയ്ക്കുന്നത്, ഒരു ഡോട്ടഡ് ലൈനും ഒരു അല്ലാത്ത നോർമൽ ലൈൻ. സിംഗിൾ ബോണ്ടും അല്ല ഡബിൾ ബോണ്ടും അല്ല, ഇതിന്റെ ഒരു ഹൈബ്രിഡ്, ഇതിന്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ബോണ്ട് ലെങ്ത് അവർ കാണിക്കുന്നത്. സോ ദ ബോണ്ട് ലെങ്ത് ഈസ് 136 പൈക്കോമീറ്റർ. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒന്നുമില്ല, ഡയറക്റ്റ് തന്നെയാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 136 പൈക്കോമീറ്റർ ആണ്. ഡ്യൂ ടു റെസണൻസ് ദ ബോണ്ട് ലെങ്ത് ഈസ് ഷോർട്ടർ ദാൻ നോർമൽ CO. സാധാരണ CO ബോണ്ടിന്റെ ബോണ്ട് ലെങ്തിനേക്കാളും ചെറുതാണ് ഫീനോളിന്റെ ബോണ്ട് ലെങ്ത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോ അതിന് കാരണം എന്താണ്? റെസണൻസ് ആണ്. ഓക്കെ, റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. റെസണൻസ് എന്ന് പറയുമ്പോൾ ഈ പൈ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ വഴി ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിനെയാണ് റെസണൻസ് എന്ന് പറയുന്നത്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി അടുത്ത ഒരു ചോദ്യം, ഡ്യൂറിങ് ഫെർമെന്റേഷൻ വിച്ച് ഗ്യാസ് ഇസ് റിലീസ്ഡ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം. UP ലെവലിലൊക്കെ ഉള്ള ടെക്സ്റ്റിലൊക്കെ ഉണ്ട് ഈ ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണെന്ന്. ഡയറക്റ്റ് ആണല്ലോ, അത് CO2 ആണ് ഫെർമെന്റേഷൻ വഴി. ഓക്കെ, ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്ന ഗ്യാസ് CO2 ആണ്. ഫെർമെന്റേഷൻ റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ മാവൊക്കെ നമ്മൾ പുളിപ്പിക്കാൻ വെക്കുമ്പോൾ അതിന്റെ വോളിയം കുറച്ച് കൂടുന്നതായിട്ട് തോന്നുന്നതും എല്ലാം ഇതാണ് കാരണം. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തു വരുന്നതാ. ഓക്കെ, നമ്മൾ ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ ബാറ്റർ എന്ത് ചെയ്യും? കുറച്ച് ഫ്ലഫി ആവും. കേക്ക് ആയി വരുമ്പോൾ അതിന്റെ ബാറ്റർ, അതിന്റെ മാവ് കുറച്ച് ഫ്ലഫി ആവും, നല്ല സോഫ്റ്റ് ആവും. ഇതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്തു പോകുന്ന ഹോൾസ് ആണ് അതിനെ എന്താക്കുന്നത്? ഇത്തരത്തില് ബ്രെഡിനെയൊക്കെ ഫ്ലഫി ആക്കുന്നത്. ഓക്കെ, അപ്പോ അത്
ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ അലൈലിക് ആൽക്കഹോൾ ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ നിന്ന് അലൈലിക് ആൽക്കഹോൾ ഏതാണ് എന്ന് കണ്ടെത്തുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അലൈലിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. ഈ അലൈലിക്കിന്റെ പ്രത്യേകത കാർബൺ, ദ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എന്നാണ് അലൈലിക്കിന്റെ അർത്ഥം. അതായത് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് അല്ലേ, ഈ OH ഗ്രൂപ്പ് വെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഇറ്റ് ഈസ് നോൺ ആസ് അലൈലിക് ആൽക്കഹോൾ. ഓക്കെ, അപ്പോ അങ്ങനത്തെ അത്തരത്തിൽ പല കോമ്പൗണ്ട്സ് ഉണ്ട്. അലൈലിക്, ബെൻസൈലിക്, ആലിഫാറ്റിക്, അങ്ങനെ പല, അരയിൽ, ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പൊ അലൈലിക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു OH ഗ്രൂപ്പ്, അതിനെയാണ് അലൈലിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ട്, അതാണ് അലൈലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, OH ഗ്രൂപ്പ് ഈസ് ഇങ്ങനെ തന്നെ പറയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ നെക്സ്റ്റ് ടു എ ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടിന്റെ അടുത്തിരിക്കുന്ന കാർബണിൽ ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അലൈലിക് എന്ന് പറയുന്നത്. So in this question, the allylic form അല്ലെങ്കിൽ the allylic molecule is CH2 double bond CH single bond CH2OH എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ആണ് അലൈലിക് ആയിട്ട് വരുന്നത്. സോ അലൈലിക്കിന്റെ മീനിങ് പഠിച്ചല്ലോ. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ബെൻസീൻ റിംഗിലാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഈ ഒരു കാർബൺ ആറ്റം, അതായത് CH2 എന്ന് പറയുന്ന കാർബൺ ആറ്റം ഒരു ബെൻസീൻ റിംഗിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ അതിനെ ബെൻസൈലിക് എന്ന് വിളിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇത് ഒരു ബെൻസീൻ റിംഗിലാണെങ്കിൽ നമുക്ക് അതിനെ അരയിൽ എന്ന് വിളിക്കാം. അങ്ങനെ പല രീതിയിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, 15ാമത്തെ ചോദ്യം. അപ്പൊ 15ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫിൽ ഇൻ ദ റിയേജൻസ് ഫോർ ദ ഗിവൺ കൺവേർഷൻസ്. ഓക്കെ, ഈ ഗിവൺ കൺവേർഷൻസിൽ ചില റിയേജന്റുകൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവും. അതായത് ആദ്യം എന്ത് ചെയ്യുന്നു, CH3COCl എന്ന് പറയുന്നത് ഇതൊരു ആസിഡ് ക്ലോറൈഡ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ആസിഡ് ക്ലോറൈഡ് ആണ്. ഈ ആസിഡ് ക്ലോറൈഡിനെ എന്തൊക്കെ മാറ്റുകയാണ്, ഒരു ആൽഡിഹൈഡ് ആക്കി മാറ്റുകയാണ്. ആസിഡ് ക്ലോറൈഡിനെ എന്താക്കി മാറ്റുന്നു, ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ മാറ്റാനായിട്ട് ഒരു റിയേജന്റ് ഉണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് A. ഓക്കെ, സോ ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അപ്പോഴേ റിയാക്ഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, റോസൻമൺ റിഡക്ഷൻ ആണ്. ഓക്കെ, അടുത്ത എന്താ ചെയ്യുന്നത്, ഈ ആസിഡ് ക്ലോറൈഡിനെ അല്ലെങ്കിൽ ഈ ഒരു ആൽഡിഹൈഡിനെ എന്താക്കി മാറ്റുകയാണ്, ഒരു ആൽക്കഹോൾ ആക്കി മാറ്റുകയാണ്. ആൽഡിഹൈഡ് ഇരിക്കുന്ന ആ ഒരു ഇതിലേക്ക് എന്തും കൂടെ വരുന്നു, ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പിനെ കൂടെ ആഡ് ചെയ്യാണ് അടുത്ത റിയാക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ റിയേജന്റ് ബി ആണ്. ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന റിയേജന്റ് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഇതാ ഈ കോമ്പൗണ്ട് കിട്ടും. ഇതിനെ സി എന്ന് പറയുന്ന റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ നമുക്ക് ഇതാ ഈ കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റിയേജൻസ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസിയാണ്. അതായത് ഇവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്, അതിൽ 2 എണ്ണം നെയ്മിംഗ് റിയാക്ഷൻസ് ആണ്, ഒരെണ്ണം ഡീഹൈഡ്രേഷൻ ആണ്. അതായത് ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് റോസൻമൺ റിഡക്ഷൻ ആണ്, വേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ. അതായത് ആസിഡ് ക്ലോറൈഡിനെ ഒരു ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ആൽഡിഹൈഡിനെ ഒരു ഹൈഡ്രോക്സി കോമ്പൗണ്ട്, അതായത് ആൽഡിഹൈഡിന്റെ ആൽഫ കാർബൺ, അപ്പോ ആൽഡിഹൈഡിന്റെ തൊട്ടടുത്തുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് വരുന്ന റിയാക്ഷൻ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്ന റിയാക്ഷൻ, ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ്. അപ്പൊ ആൽഡോൾ കണ്ടൻസേഷൻ വഴി ഉണ്ടായ കോമ്പൗണ്ട് ആണ് ഇത് CH3CHOH. ഇനി അടുത്തത് വീണ്ടും ഒരു CH2. ഓക്കെ, അടുത്തത് ഒരു CHO. ഇങ്ങനെ ആൽഡോൾ കണ്ടൻസേഷൻ വഴി ഈ പ്രൊഡക്റ്റ് ഉണ്ടായി. ഇനി ആൽഡോൾ കണ്ടൻസേഷൻ വഴി ഉണ്ടാകുന്ന ഈ പ്രൊഡക്റ്റിനെ എന്താക്കണം, ഈ പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. അതായത് ഈ OH ഇവിടെ നിന്ന് പോകണം, ഇതിൽ നിന്ന് ഒരു H പോയിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരണം. അതായത് ഇവിടെ നിന്ന് ഒരു OH ഇവിടെ നിന്ന് ഒരു H പോണം അല്ലേ. അപ്പൊ OH ഉം H പോണമെങ്കിൽ അത് എന്ത് റിയാക്ഷൻ ആണ്, അത് ഡീഹൈഡ്രേഷൻ ആണ്. അതായത് -H2O, OH കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ആരാ, വാട്ടർ ആണ്. ഓക്കെ, ഹൈഡ്രജനും OH ഹൈഡ്രോക്സി ഗ്രൂപ്പും കൂടെ ചേർന്നാൽ ഉണ്ടാവുന്നത് വാട്ടർ ആണ്.
അപ്പൊ വാട്ടർ ആയി കഴിഞ്ഞാൽ ഇതിനെ എന്താക്കാൻ പറ്റും? ദാ ഈ കോമ്പൗണ്ട് ആക്കി മാറ്റാൻ പറ്റും. അതായത് CH3 CH ഡബിൾ ബോണ്ട് CH CHO സിംഗിൾ ബോണ്ട് CHO, സോറി ഇത് സിംഗിൾ ബോണ്ട് ആണ്, സിംഗിൾ ബോണ്ട് CHO ഈ കോമ്പൗണ്ട് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതൊരു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. സോ റോസൻമൺ റിഡക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതായത് ഹൈഡ്രജനെ കളയാനായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന റിയേജൻസ് ഏതൊക്കെയാണെന്നാണ്. സോ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ദാ ഓപ്ഷൻ എയും ബിയും ആവാം. ഓക്കെ, ഓപ്ഷൻ എയും ബിയും ആവാം. അതിൽ തന്നെ ഇനി ഫസ്റ്റ് ഒരു ആസിഡ് ക്ലോറൈഡിനെ എന്ത് ചെയ്യുന്നു? ഒരു ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ റോസൻമൺ റിഡക്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെലേഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണ്. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആൾഡോൾ കണ്ടൻസേഷന്റെ റിയേജന്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ ഓരോന്നും ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. പെലേഡിയം ബാർ BaSO4 അത് റോസൻമൺ റിഡക്ഷന്റെ ഒരു റിയേജന്റ് ആണ്. ആസിഡ് ക്ലോറൈഡിനെ എന്താക്കി മാറ്റുന്നു? ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അടുത്തത് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈല്യൂട്ട് NaOH ആണ്. ആൾഡോൾ കണ്ടൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ ഒരു ബീറ്റ ഹൈഡ്രോക്സി കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു. അടുത്തത് ഹീറ്റിംഗ്, ഡീഹൈഡ്രേഷൻ ആണ്. ഓക്കെ, ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ ആൽഫ ബീറ്റ ഇതിൽ നിന്നും എന്ത് ചെയ്യും? എച്ചും OH ഒന്നും പോയിട്ട് അതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഡീഹൈഡ്രേഷൻ, വെള്ളം പോവും, വാട്ടർ റിമൂവ് ആയി പോവും, ബാക്കി ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഡീഹൈഡ്രേഷൻ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത 16ാമത്തെ ചോദ്യം. നമ്മൾ ഇനി ഒരു 4 ക്വസ്റ്റിനും കൂടെ ഉള്ളൂ. അപ്പോ കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് ബൈ ദ റിയാക്ഷൻ വിത്ത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിക് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആള് ഫീനോൾ എന്ന് പറഞ്ഞല്ലോ. ഇനി റിയേജന്റ്, ഈ ഓർഗാനിക് കുടുംബത്തിൽ നമ്മൾ ധാരാളം റിയേജന്റുകളെ പറ്റി പഠിക്കും കേട്ടോ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. കാരണം ഒട്ടുമിക്ക നമ്മൾ പഠിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം എന്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് എത്ര നമ്പർ ഓഫ് കാർബൺ ഉള്ളത് വേണോ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത് ഇതാണ്, RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ, RMgX. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താക്കി മാറ്റണം? കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണം. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആസിഡ് ആയിട്ട് മാറൂല. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫോം ചെയ്യുന്നത് RCOO-MgX എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഇവിടെ രൂപപ്പെടും. ഈ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിസിസ് ചെയ്യണം. ഓക്കെ, ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്യണം. അതായത് H3O+ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് RCOOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. MgOHX-ഉം RCOOH. അപ്പൊ ഈ ഓർഗാനിക് റിയാക്ഷന്റെ പ്രത്യേകതയാണ്, ഈ ഓർഗാനിക്കിൽ നമ്മൾ പഠിക്കുന്ന റിയാക്ഷനിൽ മേജർ പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ഓക്കെ, അതിനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യവും വലുതായിട്ട് വരുന്നില്ല. അതുപോലെ സബ് പ്രൊഡക്റ്റുകളും വലിയ റോൾ ഇല്ല. മേജർ പ്രൊഡക്റ്റ് ആണ് അവിടെ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് RMgOHX ആണ് അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അത് പറയുന്നില്ല. നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഉണ്ടാവുന്ന ഈ റിയാക്ഷൻ മതി. സോ ഇവിടെ ഓപ്ഷൻ ഞാൻ പോയില്ല, ഓപ്ഷൻ പറഞ്ഞില്ലായിരുന്നു. ഓപ്ഷൻ ഇതാണ്, അമോണിയ, വാട്ടർ, ക്രോമിക് ആസിഡ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയുമാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്തുണ്ടാവുന്നത്? കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ മീൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അടുത്തത് ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതിന് കാരണം കാർബോഹൈഡ്രേറ്റ് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോയി, കാർബോക്സിഡ്രേറ്റ് എന്നായിരുന്നു. ഓക്കെ, കാർബോക്സിഡ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നവര് അവിടെ എക്സ് എന്നാ വന്നത്, എച്ചിന് പകരം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നവര് അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഈ 17ാമത്തെ ക്വസ്റ്റ്യൻ കീ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 17ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്.
പക്ഷെ ഇവിടെ നമുക്ക് അവർ ഉദ്ദേശിച്ചത് കാർബോഹൈഡ്രേറ്റ് എന്ന് തന്നെയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് തന്നെ എടുക്കാം. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ, കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്. അതുപോലെ നമ്മുടെ ഷുഗർ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6 അല്ലേ ഗ്ലൂക്കോസ്. ഇതിന് എനിക്ക് വേണമെങ്കിൽ ദാ C6 എന്നും H2O6 എന്നും എഴുതിക്കൂടെ, H2O6 എന്നും എഴുതിക്കൂടെ. ഓക്കെ, അതുപോലെ ഷുഗർ, ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, C12H22O11, ഇതാണ് ഷുഗർ. ഇതിന് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, C12 എന്നും എഴുതാം, H2O എത്രയെന്ന് എഴുതാം, 11 എന്ന് എഴുതിക്കൂടെ. ഓക്കെ, കാരണം 11 × 2 ഹൈഡ്രജന്റെ 22 കിട്ടും. ഓക്കെ, 11 × 1 1 കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതാം. ഓക്കെ, അതായത് CxH2O(Y) ഇതാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഹൈഡ്രേറ്റഡ് കാർബൺ ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. കാർബണിൽ കുറച്ച് വെള്ളം കൂടെ, കുറച്ച് വാട്ടർ മോളിക്യൂൾ കൂടെ വരുന്ന അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്, CxH2O(Y) ടൈംസ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. ആൻസർ എ. പക്ഷേ നിങ്ങൾ കീ നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരിക്കും. അവിടെ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് CxH2O(Y). ഓക്കെ, അത് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആയതുകൊണ്ടാണ്, അതും ഞാൻ പറഞ്ഞു. ഇനി 18ാമത്തെ ചോദ്യം ഡയറക്റ്റ് ആണ്. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ഫൈബ്രസ് പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ. ചെയിൻസിനെ എങ്ങനെയാണ് പരസ്പരം ചേർത്ത് വെച്ചിരിക്കുന്നത് എന്താണ്. ഇതെല്ലാം ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ആ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ്സിൽ അതിനെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഹൈഡ്രജൻ അതുപോലെ ഡൈസൾഫൈഡ് ബോണ്ടുകൾ വഴിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെന്റൻസ് ആയിട്ട് തന്നെ ഉണ്ട് പഠിക്കാൻ. അപ്പോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഹൈഡ്രജൻ ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട് ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സൈമേസ് വിച്ച് ക്യാൻ കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് the enzyme which can catalyze hydrolysis of maltose to glucose. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹൈഡ്രോളിസിസിനെ കാറ്റലൈസ് ചെയ്യാൻ കഴിവുള്ള എൻസൈം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് സൈമേസ് തന്നിട്ടുണ്ട്, മാൾട്ടേസ് തന്നിട്ടുണ്ട്, ഇൻവെർട്ടേസ് തന്നിട്ടുണ്ട്, ഡയാസ്റ്റേസ് തന്നിട്ടുണ്ട്. ഈ ഏസിൽ അവസാനിക്കുന്നതൊക്കെ എൻസൈം ആണ്. അപ്പൊ നമുക്ക് ഓരോ ഇതിന്റെയും റോൾ ഒന്ന് നോക്കിയാലോ. സൈമേസിന്റെ റോൾ എന്ന് പറയുന്നത്, സൈമേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ, ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്ന, എത്തനോളും, എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്ന എൻസൈമാണ് സൈമേസ്. ഓക്കെ, അപ്പൊ ഇവിടെ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാണ്, അപ്പൊ സൈമേസ് അല്ല, സൈമേസിന്റെ ജോലി അതല്ല. മാൾട്ടേസിന്റെ ജോലിയാണ് എന്താക്കി മാറ്റുക, മാൾട്ടോസിനെ എന്താക്കി മാറ്റുക, ഗ്ലൂക്കോസ് ആക്കി മാറ്റുക എന്നുള്ളത് ആരുടെ ജോലിയാണ്, മാൾട്ടേസിന്റെ ജോലിയാണ്. മാൾട്ടോസിനെ 2 ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. സോ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മളിവിടെ ആൻസർ കണ്ടുപിടിക്കാനല്ലല്ലോ, പരീക്ഷ അല്ലല്ലോ എഴുതുന്നത്, നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ പറഞ്ഞു പോവാം. അടുത്ത ഇൻവെർട്ടേസ് ആണ്. കൂടുതലും ചോദിക്കുന്നത് ഈ ഇൻവെർട്ടേസ് ആണ്. ഇൻവെർട്ടേസ് എന്ന് പറയുന്നത് സൂക്രോസിനെ ഓക്കെ ഗ്ലൂക്കോസും, സുക്രോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കെയിൻ ഷുഗർ ആണ്. അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത്, അതായത് C12H22O11 എന്ന് പറയുന്ന ഷുഗറിനെ, കെയിൻ ഷുഗറിനെ C6H12O6 ഇത് ഗ്ലൂക്കോസ്, അടുത്ത C6H12O6 ഇത് ഫ്രക്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. ഓക്കെ, അടുത്തത് ഡയാസ്റ്റേസ് ആണ്. ഡയാസ്റ്റേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ്. ഓക്കെ, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ് ഡയാസ്റ്റേസ്. അപ്പൊ സൈമേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. മാൾട്ടേസ് എന്ന് പറയുന്നത് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇൻവെർട്ടേസ് എന്ന് പറയുന്നത് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഡയാസ്റ്റേസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, മാൾട്ടോസിനെ കൺവേർട്ട് ചെയ്യുന്നതായതുകൊണ്ട് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആളുടെ പേര് മാൾട്ടേസ്. ഓക്കെ, എൻസൈമുകളുടെ അവസാനമാണ് എയ്സിൽ അവസാനിക്കുന്നത്. അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്.
അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ചോയ്സ് കണ്ടെയ്ൻസ് ഓൾ ദ ത്രീ മോളിക്കുലാർ യൂണിറ്റ്സ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിലെ മോളിക്കുലാർ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ്. അതായത് ഒരു ന്യൂക്ലിയോടൈഡ്, ഒരു ബേസിക് ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി. അതായത് ഫോസ്ഫേറ്റ്, നൈട്രജൻ കണ്ടെയ്നിങ് ബേസ്, ഷുഗർ, ഇവര് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത് ഇവര് ചേരുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ. അപ്പോ അതാണ് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം. ഡയറക്റ്റ് ആണ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് ഈസ് ഈക്വൽ ടു ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് എന്നാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. 20 ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അത് വളരെ ഒരു വളരെ ആളുകളുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം പ്രിപ്പറേഷനിലൂടെ എന്തായാലും റാങ്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ടെക് PSCയുടെ ഫോക്കസ് ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോക്കസ് ബാച്ചിന്റെ ടെക് PSCയുടെ ലോങ് ടേം ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കൃത്യമായിട്ട് അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അപ്പൊ റെക്കോർഡിങ്സ് കണ്ടാൽ ഡൗട്ട് അപ്പൊ ചോദിക്കും. ഡൗട്ട് ചോദിക്കാനായിട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി തീരുന്നത് വരെയും ടൈം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കോഴ്സ് വാലിഡിറ്റി എന്നാണോ കംപ്ലീറ്റ് ആവുന്നത് അതുവരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിൽ നോട്ട്സും മറ്റ് സ്മാർട്ട് നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ടോപ്പിക് വൈസ് എക്സാം, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമുക്കറിയാം. അപ്പൊ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ എന്ന് വരെയാണ് ഈ കോഴ്സിന് വാലിഡിറ്റി ഉള്ളത് എന്ന് ചോദിച്ചാൽ, കോഴ്സ് വാലിഡിറ്റി എന്നാണോ നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.